സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതം യൂസ് ചെയ്യേണ്ട പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതം നമ്മൾ പഠിച്ചത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ NumPy എന്ന ലൈബ്രറി ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ലീനിയർ റിഗ്രഷൻ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് NumPy പാണ്ടാസ് എന്നൊക്കെ. അപ്പം അത് ആദ്യം നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ നമ്മുടെ fake.milks.csv എന്ന ഫയൽ റീഡ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സെപ്പറേറ്റർ ഈക്വൽ ടു സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ കോമ സെപ്പറേറ്റഡ് ആയിട്ടല്ല CSV ഫയലിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓരോ സെമിക്കോളൻ ആണ്. സെമിക്കോളം വെച്ചിട്ടാണ് ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കോളം നെയിംസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാല്യൂസിനെ സെമിക്കോളം വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. സെപ്പറേറ്റർ ഏതാണെന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കണം. അവിടെ വെച്ചിട്ടായിരിക്കും ഓരോന്നിനെയും സ്പ്ലിറ്റ് ചെയ്ത് ഡാറ്റ ഫ്രെയിം ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ കോളം നെയിംസ് ഓരോന്ന് ഈ ഈസ് ജെനുവിൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡയഗണൽ എന്നത് അടുത്ത കോളം നെയിം ആണെന്ന് മനസ്സിലാക്കുന്നത് ഈ സെപ്പറേറ്റർ വെച്ചിട്ടാണ്. ഒരു സെപ്പറേറ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് വേർഡ് അടുത്ത ഒരു കോളം നെയിം ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സെപ്പറേറ്റർ കൂടി മെൻഷൻ ചെയ്യണം. ദെൻ ഫസ്റ്റ് 10 റോസ് ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് എന്ന ഫംഗ്ഷൻ 10 കൊടുക്കാതെ നോർമലായിട്ട് കോൾ ചെയ്താൽ ഫസ്റ്റ് 5 റോസ് ബൈ ഡിഫോൾട്ട് പ്രിന്റ് ചെയ്യും. ഹെഡിന്റെ ഉള്ളിൽ നമ്മൾ 10 എന്ന് മെൻഷൻ ചെയ്ത് 10 റോസ് വരെ. അപ്പൊ എത്രയാണോ നമ്പർ കൊടുക്കുന്നത് അത്രയും റോസ് ആൻഡ് കോളംസ് നമുക്ക് കാണാൻ പറ്റും. ഹെഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഇതില് ഈസ് ജെനുവിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. ഇതാണ് ടാർഗറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡാറ്റ സെറ്റില് ഡയഗണല്, ഹൈറ്റ് ലെഫ്റ്റ്, ഹൈറ്റ് റൈറ്റ്, മാർജിൻ ലോ, മാർജിൻ അപ്പ് എന്ന് പറയുന്നതെല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് ആണ്. അപ്പൊ ഈസ് ജെനുവിൻ എന്ന് പറയുന്നത് ഉണ്ടോ ഒബ്ജക്ട് ടൈപ്പ്. അതായത് ഇതിലെല്ലാം കാറ്റഗറിക്കൽ വാല്യൂസ് ആണ്. അതായത് ട്രൂ ഓർ ഫോൾസ് ഇതാണുള്ളത്. പക്ഷെ ഇതിവിടെ ട്രൂ എന്ന ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. സ്ട്രിംഗ് ആണിത്, ന്യൂമറിക്കൽ വാല്യൂ അല്ല. അപ്പൊ മോഡലിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രമാണ് ഇതിലെ യുണീക്ക് വാല്യൂ. ഈസ് ജെനുവിൻ എന്ന കോളത്തിലെ യുണീക്ക് വാല്യൂ ഏതാണ്? ട്രൂ ഓർ ഫോൾസ്. മൾട്ടിപ്പിൾ ട്രൂ വന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഈച്ച് ഫീച്ചർ. പക്ഷെ നമ്മുടെ യുണീക്ക് വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്, അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ അതിന് രണ്ടിനും ഒരു 0 or 1 എന്നോ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിനെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം മോഡലിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ df.info എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ ഡാറ്റ ഫ്രെയിമിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ് info എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ഈ ഫംഗ്ഷൻ തരുന്ന ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. എത്ര എൻട്രീസ് ഉണ്ട്? 1500 കോളംസ് ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0 to ഇത്ര 1499 റോസ്. അപ്പൊ 0 to ആയതുകൊണ്ടാണ് 0 തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ 1500 എൻട്രീസ് ഉണ്ട്. ഓക്കെ, കോളംസ് 7 കോളം ഉണ്ട്. ഓക്കെ, 7 കോളംസ്. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഇതിൽ എത്ര നൾ വാല്യൂസ് ഉണ്ട്, എത്ര നോൺ നൾ വാല്യൂസ് ഉണ്ട് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം ഈസ് ജെനുവിൻ, ഡയഗണൽ, ഇതെല്ലാം നമ്മുടെ കോളം നെയിംസ് ആണ്. ഈ ഇൻഫോയിൽ ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എത്ര കോളം നെയിംസ് അതെല്ലാം മെൻഷൻ ചെയ്യും. അതിൽ എത്ര എൻട്രീസ് ഉണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നിലും 1500 എൻട്രി ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ 1500 എണ്ണം നോൺ നൾ ആണെന്നാണ് ഈസ് ജെനുവിനിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡയഗണൽ നോൺ നൾ, അതായത് നൾ വാല്യൂസ് ഒന്നും ഇല്ല, വാല്യൂ ഇല്ലാത്തൊരു കേസ് ഇല്ല. പക്ഷെ ഇവിടെ ഒരു കോളം ഉണ്ട്, മാർജിൻ ലോ എന്ന കോളത്തിലെണ്ണം 1463 എണ്ണം മാത്രമേ നോൺ നൾ ഉള്ളൂ. ദാറ്റ് മീൻസ് ബാക്കിയുള്ളതെല്ലാം നൾ വാല്യൂസ് ആണ്. അവിടെ വാല്യൂ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇല്ലാത്ത വാല്യൂസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ, ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിന് നമ്മൾ ഫില്ലെന്നെ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പം ഇല്ലാത്ത വാല്യൂസ് നള്ളായിട്ടുള്ള വാല്യൂസിന് ആഡ് ചെയ്യാനാണ് ഫില്ലെന്നെ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പാണ്ടാസിന്റെ നമുക്ക് ഉള്ളൊരു ഫംഗ്ഷനാണ്. ഓക്കെ, നമുക്ക് പിന്നീട് നോക്കാം. ഇനി എത്ര നൾ വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ കോളത്തിലും എത്ര നൾ വാല്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈസ് നൾ എന്നൊരു ഫംഗ്ഷനിൽ സം എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. df.isNull.sum എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കോളത്തിലും എത്ര നൾ വാല്യൂസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഈസ് ജെനുവിനിൽ ഒറ്റ നൾ വാല്യൂ ഇല്ല, അതുകൊണ്ട് 0. ഡയഗണലില് 0. അങ്ങനെ ഓരോ കോളത്തിലും 0 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാർജിൻ ലോയിൽ മാത്രം 37 എണ്ണം എന്തുണ്ട്? ടോട്ടൽ നൾ വാല്യൂസ് ഉണ്ട് സം എടുത്തപ്പോൾ. ഓക്കെ, നൾ വാല്യൂസിന്റെ സം ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് റൺ ആയിട്ട് നമുക്ക്